ഹായ് ഫ്രണ്ട്സ്, മലമ്പുഴ ഗവൺമെൻറ് ഐ.ടിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ഹരീഷ് മേനോൻ, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് ട്രേഡിലെ ഇൻസ്ട്രക്ടറാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. വിവിധ ട്രേഡുകളിൽ ആവശ്യമുള്ള വീഡിയോസും പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് സെൻസേഴ്സ്. സെൻസേഴ്സിലെ ഏറ്റവും ബേസ് മോഡലാണ് ലിമിറ്റ് സ്വിച്ചസ്. ലിമിറ്റ് സ്വിച്ചസിൻ്റെ പ്രത്യേകത, ഏത് ഓബ്ജക്റ്റിൻ്റെ പൊസിഷൻ സെൻസ് ചെയ്യുന്നതിനാണോ ഉപയോഗിക്കുന്നത് ആ ഓബ്ജക്റ്റുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആവശ്യമുണ്ട്. ഈ ഡയറക്റ്റ് കോണ്ടാക്റ്റിന് വേണ്ടിയിട്ട് ലിമിറ്റ് സ്വിച്ചസിൽ വിവിധ ഷേപ്പിലുള്ള ലിവർ ഉണ്ട്. നമ്മുടെ ഇവിടെ ചിത്രത്തിൽ ലിമിറ്റ് സ്വിച്ചസ് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലിമിറ്റ് സ്വിച്ചുകളുടെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്, അത് ഏത് ഓബ്ജക്റ്റിൻ്റെ പൊസിഷൻ സെൻസ് ചെയ്യുന്നതിനാണോ ഉപയോഗിക്കുന്നത് ആ ഓബ്ജക്റ്റുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആവശ്യമുണ്ട്. അഡ്വാൻറ്റേജസ്: suitable for all industrial environments, precise in terms of accuracy and repeatability, needed less energy, can switch loads with high inductance, can control multiple loads. Limitations: generally restricted to equipment operating at relatively ലോ സ്പീഡ്സ്. ഇവിടെ ലിമിറ്റ് സ്വിച്ചുകളുടെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇത് വളരെ ചെറിയ സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഓബ്ജക്റ്റുകളുടെ പൊസിഷൻ സെൻസ് ചെയ്യുന്നതിനാണ് ഉപയോഗിക്കുന്നത്. ഹൈ സ്പീഡ് മൂവിങ് ഓബ്ജക്റ്റുകളുടെ പൊസിഷൻ സെൻസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലിവർ മെക്കാനിസം ഡാമേജ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതിനാൽ വളരെ കുറഞ്ഞ സ്പീഡിൽ മൂവ്മെൻ്റ് ഉള്ള ഓബ്ജക്റ്റുകളുടെ പൊസിഷൻ സെൻസ് ചെയ്യുന്നതിനാണ് ലിമിറ്റ് സ്വിച്ചസ് കൂടുതലായിട്ട് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നത്. മസ്റ്റ് മേക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ദ ടാർഗറ്റ്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്, കാരണം ഡയറക്റ്റ് കോണ്ടാക്റ്റ് എപ്പോഴും ആവശ്യമുണ്ട്. അതിനാൽ തന്നെ അതിൻ്റെ മെക്കാനിക്കൽ പാർട്സിന് കണ്ടിന്യൂസ് യൂസ് മൂലം അത് വിയർ ആൻഡ് ടയർ വരുവാനും അതുപോലെ അത് ഡാമേജ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. പ്രോക്സിമിറ്റി സെൻസർ. എ പ്രോക്സിമിറ്റി സെൻസർ ഈസ് എ സെൻസർ ഏബിൾ ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് നിയർ ബൈ ഓബ്ജക്ട്സ് വിത്തൗട്ട് എനി ഫിസിക്കൽ കോണ്ടാക്ട്. അപ്പോൾ ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാണ്ട് ഓബ്ജക്റ്റുകളുടെ പൊസിഷൻ സെൻസ് ചെയ്യുന്ന എല്ലാ ഇൻസ്ട്രുമെൻസും പ്രോക്സിമിറ്റി സെൻസർ എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. ടൈപ്സ് ഓഫ് പ്രോക്സിമിറ്റി സെൻസേഴ്സ്: ഇൻഡക്റ്റീവ്, കപ്പാസിറ്റീവ്, അൾട്രാസോണിക് ആൻഡ് ഒപ്റ്റിക്കൽ. ഒപ്റ്റിക്കൽ പ്രോക്സിമിറ്റി സെൻസേഴ്സ് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റിഫ്ലക്റ്റീവ് ടൈപ്പ്, റിട്രോ റിഫ്ലക്റ്റീവ് ടൈപ്പ് ആൻഡ് ത്രൂ ബീം ടൈപ്പ്. നമുക്ക് ഓരോ ടൈപ്പിലുള്ള പ്രോക്സിമിറ്റി സെൻസേഴ്സിനെ കുറിച്ച് വിശദമായി പഠിക്കാം. ആദ്യമായി ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസർ. The operating principle is based on a coil and oscillator that creates an electromagnetic field in the close surroundings of the sensing surface. The presence of a metallic object in the operating area changes the oscillation amplitude. The rise or fall of such oscillation is identified by an electronic circuit that changes the output of the sensor. ഇവിടെ നമ്മളിവിടെ പ്രോക്സിമിറ്റി സെൻസർ, ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസറിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള പാർട്ട് ഏതൊക്കെയാണെന്നുള്ളത് ഈ ചിത്രത്തിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ഒരു ഓസിലേറ്റർ സർക്യൂട്ട് ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസറിൽ ഉണ്ട്. ഓസിലേറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു കോയിലും ഒരു കപ്പാസിറ്ററും പാരലായിട്ടുള്ള ഒരു LC ടാങ്ക് സർക്യൂട്ടാണ്. ഈ ഓസിലേറ്റർ സർക്യൂട്ട് പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലും ആംപ്ലിറ്റ്യൂഡിലുമുള്ള ഓസിലേഷൻസ് ജനറേറ്റ് ചെയ്യുന്നു. അതിനൊരു വോൾട്ടേജ് റെഗുലേറ്റർ യൂണിറ്റ് ഉണ്ട്, അതുപോലെ ഒരു ട്രിഗറിംഗ് സർക്യൂട്ട് ഉണ്ട്, ഔട്ട്പുട്ട് സർക്യൂട്ടും ഉണ്ട്. കൂടാതെ ഇതിൻ്റെ ഈ ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസറിൻ്റെ ഫേസിനോട് ചേർന്ന് ഏത് ഓബ്ജക്റ്റിനെയാണോ നമ്മൾ പൊസിഷൻ സെൻസ് ചെയ്ത് ആ ഓബ്ജക്റ്റിനെ ഫേസ് ചെയ്യുന്ന ആ ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസറിൻ്റെ ഫേസിനോട് ചേർന്ന് ഒരു ഇലക്ട്രിക്കൽ കോയിലുണ്ട് ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസറിൽ. ഈ കോയിലിലേക്കാണ് ഓസിലേറ്റർ സർക്യൂട്ടിൻ്റെ സിഗ്നൽ ചെല്ലുന്നത്. അപ്പോൾ ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസറിൻ്റെ ഫേസിന് സറൗണ്ടിങ് ആയിട്ട് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആവുന്നു. അതുതന്നെ ഒരു ചേഞ്ചിങ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡാണ് ക്രിയേറ്റ് ആവുന്നത്. ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസറിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് മെറ്റാലിക് ഒബ്ജക്ട്സുകളുടെ പൊസിഷൻ സെൻസ് ചെയ്യുന്നതിന് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫേസിന് ചുറ്റും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഈ ഫീൽഡിനോട് ചേർന്ന് ഒരു ഓബ്ജക്റ്റ്, മെറ്റാലിക് ഒബ്ജക്റ്റ് വരുമ്പോൾ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി, ആ പ്രിൻസിപ്പിൾ വഴി ഈ മെറ്റാലിക് ഒബ്ജക്റ്റിൽ ഒരു
വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നു. ഫാരഡേസ് ലോ പറയുന്നത് എന്താണ്? ഒരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ വന്നു കഴിഞ്ഞാൽ അതിൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നു. ആ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് അത് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണത്തിന് ആ ഡെവലപ്പ് ചെയ്യുന്ന കാരണത്തിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഈ മെറ്റാലിക് ഒബ്ജക്റ്റിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു എഡ്ഡി കറണ്ടും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ എഡ്ഡി കറണ്ട് എഫക്റ്റ് മൂലം ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസറിലെ ഓസിലേറ്റർ സർക്യൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓസിലേഷൻസിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ കുറവുണ്ടാകുന്നു. ഇതിവിടെ വ്യക്തമായിട്ട് നമ്മുടെ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഒരു ഓബ്ജക്റ്റ് ആബ്സെൻ്റ് ആയ സമയത്ത് ഈ ഓസിലേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഹൈ ആംപ്ലിറ്റ്യൂഡിലാണ് നിൽക്കുന്നത്. ഓബ്ജക്റ്റ് അതിൻ്റെ ഫേസിൽ വരുമ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡിൽ കുറവുണ്ടാകുന്നു. ഈ ആംപ്ലിറ്റ്യൂഡ് വരുന്ന കുറവ് ട്രിഗറിങ് സർക്യൂട്ടാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ട്രിഗറിങ് സർക്യൂട്ടിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ആംപ്ലിറ്റ്യൂഡിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ എനേബിൾ ചെയ്ത രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ട്രിഗറിങ് സർക്യൂട്ട് വഴി ഒരു ഔട്ട്പുട്ട് കിട്ടുന്നു. ഈ ഔട്ട്പുട്ടാണ് നമ്മുടെ ഒരു ഓബ്ജക്റ്റിൻ്റെ പൊസിഷൻ സെൻസ് ചെയ്യുന്നതിന് ഈ ഔട്ട്പുട്ട് നമുക്ക് മറ്റ് ഇലക്ട്രിക്കൽ സർക്യൂട്ടിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അഡ്വാൻറ്റേജസ്: വെരി ആക്യുറേറ്റ് കമ്പയർഡ് ടു അതർ സെൻസേഴ്സ്. ഹാവ് ഹൈ സ്വിച്ചിങ് റേറ്റ്. ക്യാൻ വർക്ക് ഇൻ ഹാർഷ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്. ഇൻഡസ്ട്രിയൽ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ വേരിയേഷൻ, ഹ്യൂമിഡിറ്റി വേരിയേഷൻസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇതിനെല്ലാം വിസ്റ്റാൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസറിനുണ്ട്. അതുപോലെ ഹൈ സ്വിച്ചിങ് റേറ്റ് ആണ്. ഫാസ്റ്റ് ആയിട്ടുള്ള മൂവിങ് ഒബ്ജക്റ്റുകളുടെയൊക്കെ സെൻസ് ചെയ്യാൻ ഇത് വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. ആക്യുറസി കൂടുതലാണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് മെറ്റാലിക് ഒബ്ജക്റ്റുകളുടെ പൊസിഷൻ സെൻസ് ചെയ്യുന്നതിന് മാത്രമാണ് ഉപയോഗിക്കുക. അതുപോലെ ഓപ്പറേറ്റിംഗ് റേഞ്ച് ഈസ് ലിമിറ്റഡ്. 50 mm വരെ ഡിസ്റ്റൻസ് ഉള്ള ഒബ്ജക്റ്റുകളുടെ പൊസിഷൻ സെൻസ് ചെയ്യുന്നതിനാണ് കൂടുതലും ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസർ ഉപയോഗിക്കുക. അതായത് ഓപ്പറേറ്റിംഗ് റേഞ്ച് വളരെ ലിമിറ്റഡ് ആണ്. അടുത്തതായി കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസർ. കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസർ ഡിറ്റക്ട്സ് ചേഞ്ചസ് ഇൻ ദ കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ the sensing object and the sensor. The amount of capacitance varies depending on the size and distance of the sensing object. When an object comes near the sensing surface, it enters the electrostatic field of the electrodes and changes the capacitance of the oscillator. കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസറിൻ്റെ ഉള്ളിലും ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസർ ഉള്ളതുപോലെ ഒരു ഓസിലേറ്റർ സർക്യൂട്ട്, ട്രിഗറിങ് സർക്യൂട്ട്, ഔട്ട്പുട്ട് സർക്യൂട്ട് ഉണ്ട്. ഇവിടെ കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസറിൽ ഉപയോഗിക്കുമ്പോൾ ഒരു കപ്പാസിറ്റർ ഇവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. ആ കപ്പാസിറ്റർ ക്രിയേറ്റ് ആവുന്നത് ഈ കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസറിൻ്റെ ഫേസ് ഒരു പ്ലേറ്റ് ആയിട്ടും നമ്മൾ ഏത് ഓബ്ജക്റ്റിനെയാണോ പൊസിഷൻ സെൻസ് ചെയ്യാൻ ഡിറ്റക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആ ഓബ്ജക്റ്റ് അടുത്ത കപ്പാസിറ്റർ പ്ലേറ്റ് ആയിട്ടും വർക്ക് ചെയ്തുകൊണ്ടാണ് ഒരു കപ്പാസിറ്റർ ഇവിടെ ക്രിയേറ്റ് ആവുക. അപ്പോൾ ഒരു ഓബ്ജക്റ്റ് കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസറിൻ്റെ ഫേസിനോട് ചേർന്ന് വരുമ്പോൾ ഒരു കപ്പാസിറ്റൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ക്രിയേറ്റ് ചെയ്യുന്നത് മൂലം ഇതിൻ്റെ ഓസിലേറ്റർ സർക്യൂട്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ആവുന്നത് കാണാം. ഇവിടെ ഈ ഫിഗർ വ്യക്തമായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഓബ്ജക്റ്റ് കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസറിൻ്റെ സമീപത്ത് വരുമ്പോൾ കപ്പാസിറ്റൻസിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നു. അതനുസരിച്ചിട്ട് അവിടെ ഒരു ഈ കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസറിനുള്ളിലുള്ള ഓസിലേറ്റർ സർക്യൂട്ടിൻ്റെ സിഗ്നൽ ആംപ്ലിറ്റ്യൂഡിൽ വർധനവുണ്ടാകുന്നു. ട്രിഗറിങ് സർക്യൂട്ട് മൂലം നമുക്ക് അതിൽ ഒരു പർട്ടിക്കുലർ ആംപ്ലിറ്റ്യൂഡിന് മുകളിൽ ഓസിലേറ്ററിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഒരു പർട്ടിക്കുലർ ആംപ്ലിറ്റ്യൂഡിന് മുകളിൽ വരുമ്പോൾ ട്രിഗറിങ് സർക്യൂട്ട് എനേബിൾ ആവുകയും അങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യുന്നു. An ordinary capacitive proximity sensor is similar to a capacitor with 2 parallel plates, where the capacity of the 2 plates is detected. One of the plate is the object being measured and the other is the sensor's sensing surface. The changes in the capacity generated between these 2 plates are detected. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഏത് ഒബ്ജക്റ്റ് ആണോ കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസർ സമീപത്ത് വരുന്നത് അത് ഒരു പ്ലേറ്റ് ആയിട്ടും കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസറിൻ്റെ ഫേസ് മറ്റൊരു പ്ലേറ്റ് ആയിട്ടും വരത്തക്ക രീതിയിൽ ഒരു കപ്പാസിറ്റർ ഇവിടെ ജനറേറ്റ് ആകുന്നു. അങ്ങനെ ജനറേറ്റ് ആകുന്ന കപ്പാസിറ്ററിൻ്റെ എഫക്റ്റ് മൂലമാണ് ഇതിൻ്റെ ഉള്ളിലുള്ള
ഓസിലേറ്ററി സർക്യൂട്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ വ്യത്യാസം വരുന്നത്. ആ ആംപ്ലിറ്റ്യൂഡ് ട്രിഗറിംഗ് സർക്യൂട്ട് വഴി ഡിറ്റക്ട് ചെയ്യുകയും അങ്ങനെ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അഡ്വാൻറ്റേജസ്: സെൻസസ് മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് ഓബ്ജക്ട്സ്. അപ്പോൾ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസർ മെറ്റാലിക്കും നോൺ മെറ്റാലിക് ഓബ്ജക്ട്സിൻ്റെയും പൊസിഷൻ സെൻസ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. ഹൈ സ്പീഡ് ആൻഡ് ഗുഡ് സ്റ്റെബിലിറ്റി, ലോ കോസ്റ്റ് ആൻഡ് ലോ പവർ കൺസപ്ഷൻ. ഡിസഡ്വാൻറ്റേജസ്: അഫക്റ്റഡ് ബൈ ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി. ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസറിൽ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിലും ഹ്യൂമിഡിറ്റിയിലും വരുന്ന വേരിയേഷൻ അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ, പക്ഷേ കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസറിൽ ഇതിൽ ഡൈഇലക്ട്രിക് ആയിട്ട് എയർ ആണ് വരുന്നത്. അതുകൊണ്ട് ആ എയറിൽ വരുന്ന ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി വേരിയേഷൻ ഇതിൻ്റെ കപ്പാസിറ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്നതിനാൽ ഇത് കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസർ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ വേരിയേഷൻ ഹ്യൂമിഡിറ്റി മൂലം അതിൻ്റെ ഓപ്പറേഷനിൽ ചേഞ്ചസ് വരുന്നുണ്ട്. ലെസ് ആക്യുറേറ്റ് ആൻഡ് ഡിഫിക്കൽട്ട് ടു ഡിസൈൻ. ആപ്ലിക്കേഷൻസ്: മൊബൈൽ ഫോൺസ്, ലാപ്ടോപ്പ്, ട്രാക്ക് പാഡ്സ്. ഇതിൽ എല്ലാം ഉപയോഗിക്കുന്നത് കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസറാണ്. അൾട്രാസോണിക് പ്രോക്സിമിറ്റി സെൻസർ. ഹൈ ഫ്രീക്വൻസി അബൌട്ട് 40 kHz സൗണ്ട് വേവ്സ് ആർ യൂസിങ്. അപ്പോൾ അൾട്രാസോണിക് പ്രോക്സിമിറ്റി സെൻസറിൽ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് സൗണ്ട് വേവ് 40 kHz അടുത്തുള്ള 40 kHz സൗണ്ട് വേവ്സ് ആണ് ഉപയോഗിക്കുന്നത്. അത് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ക്വാർട്സ് ക്രിസ്റ്റൽ ഇതിനുള്ളിലുണ്ട്. ക്വാർട്സ് ക്രിസ്റ്റൽ ട്രാൻസ്ഡ്യൂസർ വിച്ച് ജനറേറ്റ്സ് ദ അൾട്രാസോണിക് വേവ്സ്. ക്യാൻ മെഷർ ഡിസ്റ്റൻസസ് ഇൻ സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഇഞ്ചസ്. ഇവിടെ നമ്മൾ ഇൻഡക്റ്റീവ് ആൻഡ് കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസർ കണ്ടു. അതിനേക്കാളും കൂടുതൽ ഡിസ്റ്റൻസിലുള്ള ഓബ്ജക്ട്സിലെ പൊസിഷൻ സെൻസ് ചെയ്യുന്നതിന് അൾട്രാസോണിക് പ്രോക്സിമിറ്റി സെൻസർ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വളരെ സിമ്പിളാണ്. അൾട്രാസോണിക് വേവ്സ് സെൻഡ് ചെയ്യുന്നു, അത് ഓബ്ജക്ട്സിൽ തട്ടി ഇതേ സെൻഡ് ചെയ്യുന്ന അതേ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തുകയും അവിടെ ഒരു റിസീവിങ് യൂണിറ്റും ഉണ്ട്, അതാണ് ഡിറ്റക്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഓബ്ജക്റ്റിൻ്റെ പ്രസൻസ് ഈ റിഫ്ലക്ഷൻ മൂലം അത് സെൻസ് ചെയ്യുകയും അതനുസരിച്ച് ഔട്ട്പുട്ട് ക്രിയേറ്റ് ആവുകയും ചെയ്യുന്നു. അൾട്രാസോണിക് പ്രോക്സിമിറ്റി സെൻസറിൻ്റെ അഡ്വാൻറ്റേജസ്: നോട്ട് അഫക്റ്റഡ് ബൈ അറ്റ്മോസ്ഫിയറിക് ഡസ്റ്റ്, സ്നോ, റെയിൻ എക്സെട്ര. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ വരുന്ന ഒരു വേരിയേഷനും ഇതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. സെൻസിങ് ഡിസ്റ്റൻസസ് മോർ കമ്പയർ ടു ഇൻഡക്റ്റീവ് ആൻഡ് കപ്പാസിറ്റീവ്. ഓൾറെഡി പറഞ്ഞു, കൂടുതൽ ഡിസ്റ്റൻസിലുള്ള ഓബ്ജക്റ്റുകൾ പൊസിഷൻ സെൻസ് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നുണ്ട്. വർക്ക്സ് ഇൻ അഡ്വേഴ്സ് കണ്ടീഷൻ. ഏത് അറ്റ്മോസ്ഫിയർ കണ്ടീഷനിലും ഇത് നന്നായിട്ട് വർക്ക് ചെയ്യും. ഡിസഡ്വാൻറ്റേജസ്: ഡിഫിക്കൽട്ട് ടു സെൻസ് ഫ്രം സോഫ്റ്റ്, കർവ്ഡ്, തിൻ ഓർ സ്മോൾ ഓബ്ജക്ട്സ്. ചെറിയ ഓബ്ജക്റ്റിലും അതുപോലെ കർവ് ഷേപ്പിലുള്ള ഓബ്ജക്റ്റുകളിലേക്ക് പൊസിഷൻ സെൻസ് ചെയ്യുന്നതിന് ഇത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന വേവ് ആയതുകൊണ്ട് ഈ വളരെ ചെറിയ ഒബ്ജക്റ്റ് ആണെങ്കിൽ ആ റിഫ്ലക്ഷൻ കറക്റ്റായിട്ട് കിട്ടുകയില്ല. അതുപോലെ തന്നെ കർവ്ഡ് സർഫസ് ആയാലും റിഫ്ലക്ഷൻ കറക്റ്റായിട്ട് റിസീവിങ് എൻഡിൽ കിട്ടുവാനുള്ള ബുദ്ധിമുട്ടുള്ളതിനാൽ ആ ഷേപ്പിലും ഉള്ള ഒബ്ജക്റ്റുകളുടെ പൊസിഷൻ സെൻസ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നില്ല. ആപ്ലിക്കേഷൻസ്: ബോട്ടിൽ കൗണ്ടിങ് മെഷീൻസ്, വെഹിക്കിൾ ഡിറ്റക്ഷൻ ഇൻ ബാരിയർ സിസ്റ്റം. ഒരു കൺവെയർ കൂടെ പോകുന്ന പ്ലാസ്റ്റിക് ഗ്ലാസ് ബോട്ടിൽസിൻ്റെയൊക്കെ പൊസിഷൻ സെൻസ് ചെയ്യുന്നതിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരു ട്രാഫിക് ടോൾ പ്ലാസയിലേക്ക് വരുന്ന വെഹിക്കിൾസിൻ്റെ ഡിറ്റക്ഷനും അതുപോലെ തന്നെ അതനുസരിച്ചിട്ട് അവിടുത്തെ ഓട്ടോമാറ്റിക് ഗേറ്റ് ഓപ്പണിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യുവാൻ വേണ്ടിയിട്ട് അൾട്രാസോണിക് പ്രോക്സിമിറ്റി സെൻസർ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഒപ്റ്റിക്കൽ പ്രോക്സിമിറ്റി സെൻസർ. ഒപ്റ്റിക്കൽ പ്രോക്സിമിറ്റി സെൻസർ 3 ടൈപ്പിലുണ്ട്: റിഫ്ലക്റ്റീവ് ടൈപ്പ്, റിട്രോ റിഫ്ലക്റ്റീവ് ടൈപ്പ് ആൻഡ് ത്രൂ ബീം ടൈപ്പ്. എന്താണ് റിഫ്ലക്റ്റീവ് ടൈപ്പ് ഒപ്റ്റിക്കൽ സെൻസർ എന്താണെന്ന് നോക്കാം. റിഫ്ലക്റ്റീവ് ടൈപ്പ് ഒപ്റ്റിക്കൽ സെൻസർ നമ്മൾ നേരത്തെ പഠിച്ച അൾട്രാസോണിക് പ്രോക്സിമിറ്റി സെൻസർ പോലെ തന്നെയാണ് വർക്ക് ചെയ്യുക. അതിൽ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് വേവ്സ് ആണ്, സൗണ്ട് വേവ്സ് ആണ് എങ്കിൽ ഇവിടെ ലൈറ്റ് സിഗ്നലാണ്. ഇവിടെ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതിനും അതുപോലെ ലൈറ്റ് റിസീവ് ചെയ്യുന്നതിനും ഉള്ള എലമെൻറ്റ് ഒരു ബോഡിയിൽ തന്നെയാണ് വരിക. ലൈറ്റ് എമിറ്റ് ചെയ്യുമ്പോൾ അത് ഓബ്ജക്റ്റിൽ തട്ടി തിരിച്ച് റിസീവിങ് എലമെൻറ്റിൽ വരുമ്പോഴാണ് അവിടെ ട്രിഗറിങ് നടക്കുക. അങ്ങനെയാണ് ഇവിടെ നമുക്ക് ഒരു ഓബ്ജക്റ്റിൻ്റെ പൊസിഷനെ സെൻസ് ചെയ്യുക. അപ്പോൾ ഒരു അൾട്രാസോണിക് പ്രോക്സിമിറ്റി സെൻസർ വർക്ക് ചെയ്യുന്നത് തന്നെയാണ് റിഫ്ലക്റ്റീവ് ടൈപ്പ് ഒപ്റ്റിക്കൽ സെൻസറും വർക്ക് ചെയ്യുന്നത്. കൂടുതലും എല്ലാ തരം ഒപ്റ്റിക്കൽ സെൻസേഴ്സും കൺവെയർ മെക്കാനിസത്തിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ് അതുപോലെ ഗ്ലാസ് ബോട്ടിൽസ് വിവിധ മെറ്റാലിക് നോൺ മെറ്റാലിക് ഓബ്ജക്ട്സുകളുടെയൊക്കെ പ്രസൻസ് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ഒപ്റ്റിക്കൽ സെൻസേഴ്സ്, പല ഷേപ്പിലുള്ള ഒപ്റ്റിക്കൽ സെൻസേഴ്സ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നുണ്ട്. റിട്രോ റിഫ്ലക്റ്റീവ് ടൈപ്പ് ഒപ്റ്റിക്കൽ സെൻസർ. റിട്രോ റിഫ്ലക്റ്റീവ് ഒപ്റ്റിക്കൽ സെൻസർ റിഫ്ലക്റ്റീവ് ടൈപ്പ് പോലെ തന്നെയാണ് ഫംഗ്ഷൻ ചെയ്യുക. ഇവിടെയും ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതിനും അതുപോലെ ലൈറ്റ് റിസീവ് ചെയ്യുന്നതും
ആയ എലമെൻറ്റ് ഒരു ബ്ലോക്കിൽ തന്നെ വരുന്നു. പക്ഷേ ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു റിഫ്ലക്ടർ ഉണ്ട്. ഈ റിഫ്ലക്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ലൈറ്റ് എമിറ്റിംഗ് ബർ റിസീവിങ് എലമെൻറ്റ് അതിൻ്റെ നേരെ പാരലായിട്ട് അതിൻ്റെ ആ റേസ് നേരെ റിഫ്ലക്ടറിൽ കിട്ടത്തക്ക രീതിയിലായിരിക്കണം അത് സെറ്റ് ചെയ്യേണ്ടത്. ഇതിന് ഉള്ളിൽ ഓബ്ജക്റ്റ് വരുമ്പോഴാണ് ഈ റേസിനെ കട്ട് ചെയ്യുകയും അങ്ങനെ ഇതിൽ ട്രിഗറിംഗ് സർക്യൂട്ട് എനേബിൾ ആവുകയും ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ റിട്രോ റിഫ്ലക്റ്റീവ് ടൈപ്പും തമ്മിൽ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൽ അഡീഷണൽ ആയിട്ട് ഒരു റിഫ്ലക്ടർ ഉണ്ട്. ആ റിഫ്ലക്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ നമ്മുടെ ട്രാൻസ്മിറ്റർ എലമെൻറ്റിൻ്റെ പാരലായിട്ടായിരിക്കണം. അതിനെ ഫേസ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തത് ത്രൂ ബീം ടൈപ്പ് ഒപ്റ്റിക്കൽ സെൻസർ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ട്രാൻസ്മിറ്റർ എലമെൻറ്റും റിസീവിങ് എലമെൻറ്റും ഡിഫറൻറ്റ് ബ്ലോക്കിലാണ്. ഇത് ഫിക്സ് ചെയ്യേണ്ടത് പാരലായിട്ട് ഒരേ ലൈനിൽ വരത്തക്ക രീതിയിൽ ഫിക്സ് ചെയ്യണം. അപ്പോൾ ഈ വരുന്ന ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന എലമെൻറ്റും ലൈറ്റ് റിസീവ് ചെയ്യുന്ന എലമെൻറ്റും ഒരേ ലൈനിൽ വരുമ്പോൾ ഈ പാത്തിൽ ഒരു ഒബ്ജക്റ്റ് വരികയാണെങ്കിൽ ആ ലൈറ്റിനെ കട്ട് ചെയ്യും. അതനുസരിച്ച് ഇതിലെ ട്രിഗറിംഗ് സർക്യൂട്ട് എനേബിൾ ആവുകയും ചെയ്യുന്നു. ഇതാണ് ത്രൂ ബീം ടൈപ്പ് ഒപ്റ്റിക്കൽ സെൻസർ. ത്രൂ ബീം ടൈപ്പ് ഒപ്റ്റിക്കൽ സെൻസറാണ് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസിലുള്ള ഓബ്ജക്റ്റുകൾ സെൻസ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത്. ഒപ്റ്റിക്കൽ സെൻസേഴ്സിൻ്റെ പ്രോക്സിമിറ്റി സെൻസേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ്: വെരി എഫക്റ്റീവ് ഇൻ ഡസ്റ്റി എൻവയോൺമെൻറ്റ്സ്. പൊടി പടലങ്ങളുള്ള എല്ലാ അറ്റ്മോസ്ഫിയറിലും വർക്ക് ചെയ്യുന്നതിന് ഒപ്റ്റിക്കൽ സെൻസേഴ്സ് പ്രശ്നങ്ങളൊന്നുമില്ല, അത് വിസ്റ്റാൻഡ് ചെയ്യുന്നു. ഫോക്കസ്ഡ് ബീം ആൻഡ് ഹയർ സെൻസിങ് ഡിസ്റ്റൻസ്. ഫോക്കസ്ഡ് ബീം ആയാൽ ചെറിയ ഒബ്ജക്റ്റുകളെയും അതുപോലെ കർവ്ഡ് ആയിട്ടുള്ള ഏത് ഷേപ്പിലുള്ള ഒബ്ജക്റ്റുകളെയും സെൻസ് ചെയ്യുന്നതിന് ഒപ്റ്റിക്കൽ സെൻസേഴ്സ് ഉപയോഗിക്കാം. അതുപോലെ ഹയർ സെൻസിങ് ഡിസ്റ്റൻസ് പോസിബിളുമാണ്. ഇമ്മ്യൂൺ ഫ്രം ഇൻ്റർഫറൻസസ്. അറ്റ്മോസ്ഫിയറിലുള്ള ഏത് വേരിയേഷനെയും വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒപ്റ്റിക്കൽ പ്രോക്സിമിറ്റി സെൻസറിനുണ്ട്. ഡിസഡ്വാൻറ്റേജസ്: എക്സ്പെൻസീവ് കമ്പയർ ടു അതർ. മറ്റ് സെൻസറുകൾ കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പെൻസീവ് ആണ്. ആപ്ലിക്കേഷൻസ്: ലിഫ്റ്റ് ഡോർ മെക്കാനിസം, കൗണ്ടിങ് ഓബ്ജക്ട്സ് ഇൻ കൺവേഴ്സ്, സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി. കൂടുതലും സേഫ്റ്റി ഫീച്ചേഴ്സ് ആവശ്യമുള്ളതിലെല്ലാം കൂടുതൽ ഉപയോഗിക്കുന്നത് ഒപ്റ്റിക്കൽ പ്രോക്സിമിറ്റി സെൻസേഴ്സാണ്. കാരണം ഇതിൻ്റെ ആക്യുറസിയും അതുപോലെ ഹൈ സ്പീഡ് ഏത് ഡിസ്റ്റൻസിലുള്ളതും ഏത് ഷേപ്പിലുള്ള ഒബ്ജക്റ്റിനെയും പൊസിഷൻ സെൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതിനാൽ ഇത് സേഫ്റ്റി കൂടുതലുള്ള എക്യുപ്മെൻറ്റ്സിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഒപ്റ്റിക്കൽ പ്രോക്സിമിറ്റി സെൻസേഴ്സാണ്. അടുത്തത് മാഗ്നറ്റിക് പ്രോക്സിമിറ്റി സെൻസർ. Based on the mechanical principle, this sensor only detects the magnetic field. They sense the presence of a magnetic object, commonly referred to as the target. Magnetic sensors offer very long sensing ranges from a small package size and can detect magnets through walls of non-ferrous metal, stainless steel, aluminum, plastic or wood. ഇവിടെ നമ്മൾ മാഗ്നറ്റിക് പ്രോക്സിമിറ്റി സെൻസറിൽ പ്രത്യേകത എന്ന് പറയുന്നത് മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുള്ള ഒബ്ജക്റ്റുകളെയാണ് നമുക്കിവിടെ സെൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ആ ഒബ്ജക്റ്റുകൾ ഒരു ഇൻസുലേറ്റർ മീഡിയത്തിൻ്റെ മറുവശത്താണെങ്കിൽ കൂടി നമുക്ക് ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുള്ള ഒബ്ജക്ട്സിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് സെൻസ് ചെയ്യാൻ സാധിക്കും. ഇതാണ് മാഗ്നറ്റിക് പ്രോക്സിമിറ്റി സെൻസറിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരു ഇൻസുലേറ്റർ മീഡിയം അതിൻ്റെ മറുവശത്തുള്ള മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുള്ള മെറ്റീരിയലിൻ്റെ എത്ര ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണെങ്കിൽ പോലും അത് നമുക്ക് ഈ സെൻസർ ഇത് സെൻസ് ചെയ്യുന്നതിന് നമുക്ക് മാഗ്നറ്റിക് പ്രോക്സിമിറ്റി സെൻസർ ഉപയോഗിക്കാം. അഡ്വാൻറ്റേജസ്: ഡിഫ്ലക്ഷൻ ത്രൂ പ്ലാസ്റ്റിക്, വുഡ്, പേപ്പർ എക്സെട്ര. നേരത്തെ പറഞ്ഞു ഇതിനെ ഫേസ് ചെയ്യുന്ന ഇൻസുലേറ്റഡ് മീഡിയത്തിന് മറുവശത്തുള്ള മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുള്ള മെറ്റീരിയൽസിൻ്റെ പൊസിഷൻ സെൻസിന് ഉപയോഗിക്കുന്നു. അതിനാൽ ഇതിൻ്റെ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് ത്രൂ പ്ലാസ്റ്റിക്, വുഡ്, പേപ്പർ അത് പോസിബിളാണ്. ഹൈ സ്റ്റെബിലിറ്റി ഓൺ വൈബ്രേഷൻ ആൻഡ് മെക്കാനിക്കൽ ഷോക്ക്. ഇമ്മ്യൂൺ ഫ്രം ഇൻ്റർഫറൻസസ്. ഡിസഡ്വാൻറ്റേജസ്: എക്സ്പെൻസീവ് കമ്പയർഡ് ടു അതേഴ്സ്. ആപ്ലിക്കേഷൻസ്: ലിഫ്റ്റ് ഡോർ മെക്കാനിസം, കൗണ്ടിങ് ഓബ്ജക്ട്സ് ഇൻ കൺവേഴ്സ്, സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി. അപ്പോൾ മാഗ്നറ്റിക് പ്രോക്സിമിറ്റി സെൻസറും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കമ്പാരിസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പാരിസണിൽ മെയിനായിട്ടുള്ള എല്ലാം പറയുന്നില്ല. മെയിനായിട്ടുള്ള ഒരു ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ എത്ര ഡിസ്റ്റൻസിലുള്ള ഒബ്ജക്റ്റുകളുടെ പൊസിഷൻ സെൻസ് ചെയ്യാം എന്നുള്ളതാണ്. അതിൽ ഇൻഡക്റ്റീവ് സെൻസർ ആണെങ്കിൽ അപ് ടു 50 mm ഡിസ്റ്റൻസിലുള്ളതിനെ നമുക്ക് സെൻസ് ചെയ്യാൻ സാധിക്കും. ഒപ്റ്റിക്കൽ സെൻസർ ആണെങ്കിൽ അപ് ടു 100 mm. മാഗ്നറ്റിക് സെൻസർ ആണെങ്കിൽ അപ് ടു 80 mm. കപ്പാസിറ്റി സെൻസർ ആണെങ്കിൽ അപ് ടു 50 mm. അൾട്രാസോണിക് സെൻസർ ആണെങ്കിൽ അപ് ടു 15 meter. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസിലുള്ള ഓബ്ജക്ട്സുകളുടെ പൊസിഷൻ സെൻസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് സെൻസേഴ്സാണ്. ഇൻ ടേംസ് ഓഫ് മീറ്റർ വരെ നമുക്ക് മീറ്റർ ഡിസ്റ്റൻസിലുള്ള ഒബ്ജക്റ്റുകളുടെ പൊസിഷൻ വരെ സെൻസ് ചെയ്യാൻ അൾട്രാസോണിക് സെൻസേഴ്സ് ഉപയോഗിക്കുന്നു. ഇൻഡക്റ്റീവും കപ്പാസിറ്റിയും ഏറ്റവും കുറഞ്ഞ ഷോർട്ട് ഡിസ്റ്റൻസിലുള്ളതാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ
ഇതിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇതിൽ എല്ലാ സെൻസറിലും അതിൽ നമുക്ക് ഡിസ്റ്റൻസിൽ ചെറിയ രീതിയിലുള്ള ട്യൂൺ ചെയ്യുന്നതിന് എത്ര ഡിസ്റ്റൻസിനെ നമുക്ക് ട്യൂൺ ചെയ്യുന്നതിനുള്ള പ്രത്യേകിച്ചുള്ള പൊട്ടൻഷ്യോമീറ്റർ അറേഞ്ച്മെൻറ്റ് എനിക്ക് കൊടുത്തിട്ടുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ പൊസിഷനിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അതിനെ സെറ്റ് ചെയ്യുവാനും സാധിക്കും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്രോക്സിമിറ്റി സെൻസേഴ്സിൻ്റെ ഒരു പ്രാക്ടിക്കൽ ലെവൽ എങ്ങനെയാണ് ഒരു പ്രോക്സിമിറ്റി സെൻസർ കണക്ട് ചെയ്യുക എന്നുള്ളതും അത് എങ്ങനെ നമുക്ക് അതിന് ഓബ്ജക്റ്റ് വരുന്നതനുസരിച്ച് എങ്ങനെ ട്രിഗറിങ് നടക്കുന്നു അതനുസരിച്ച് എങ്ങനെ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.